ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോസ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ പോകുന്നത് ട്രിവാൻഡ്രത്ത് വഴുതയ്ക്കാടുള്ള ടാഗോ തിയേറ്ററിലാണ്. അവിടെ വെച്ചിട്ട് സ്റ്റുഡിയോ 8 ഡാൻസ് സ്കൂളിൻ്റെ 9th ആനുവൽ ഡേ പ്രോഗ്രാം നടക്കുകയാണ്. ഈവനിങ് ആയിരുന്നു പ്രോഗ്രാം. അപ്പോൾ നമുക്കത് കണ്ടാലോ? സ്റ്റുഡിയോ 8 എല്ലാ ടൈപ്പ് ഡാൻസസും അവർ പഠിപ്പിക്കുന്നുണ്ട്. അതായത് ക്ലാസിക്കൽ, ബോളിവുഡ്, അങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഉണ്ട്. രാജേശ്വരി സുബ്രഹ്മണ്യമാണ് സ്റ്റുഡിയോ 8 ഹെഡ്. പിന്നെ ഗസ്റ്റായിട്ട് വന്നത് ആക്ട്രസ്സായ സിജ റോസ്, പിന്നെ ആക്ടർ മനോജ് മോസസ് ഉണ്ടായിരുന്നു. ഫൂട്ട് ലൂസർ ഡാൻസ് അക്കാഡമിയുടെ കൊറിയോഗ്രാഫർ ബാബു മാസ്റ്ററൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വന്ന സംഭവം എന്താണെന്ന് മനസ്സിലായല്ലോ. അമ്മയുടെ 2 പ്രോഗ്രാമുണ്ട്, 2 ബോളിവുഡ് ഡാൻസ് അമ്മ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കോസ്റ്റ്യൂം വന്നിട്ട് ഒരു ഓറഞ്ച് സ്കേർട്ടും ബ്ലാക്ക് ടോപ്പും. അമ്മ ബോളിവുഡ് ഡാൻസ് പഠിക്കാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ആകുന്നു. അപ്പോൾ ആദ്യത്തെ നിന്ന് നല്ല ഡിഫറൻസ് അമ്മയ്ക്കും പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു പെർഫോമൻസിന്. അതുപോലെ തന്നെ സ്റ്റുഡിയോ 8 ആ ഒരു എഫേർട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അവർ ഇതിന് വേണ്ടിയിട്ട് എടുത്ത ഒരു എഫേർട്ടിൻ്റെ കേസ്. അതുപോലെ അമ്മയ്ക്കും രണ്ട് ഐറ്റം പെർഫോമൻസ് ഉണ്ടായിരുന്നു. ബോളിവുഡിൽ തന്നെ 2 ഡാൻസ് ഉണ്ടായിരുന്നു. ആ 2 ഡാൻസിൻ്റെ കോസ്റ്റ്യൂം, പിന്നെ മേക്കപ്പ്, രണ്ടിനും സെപ്പറേറ്റ് ഓർണമെൻറ്റ്സും കാര്യങ്ങളും ഉണ്ടായിട്ട് പോലും വളരെ ചെറിയ എമൗണ്ട് മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ടാഗോർ പോലുള്ളൊരു സ്ഥലത്ത് വെച്ച് ചെയ്യുമ്പോൾ നല്ല എമൗണ്ട് ആവും. എന്നിട്ട് പോലും കുട്ടികളിൽ നിന്ന് അത്രയ്ക്കും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ മാത്രമാണ് അവർ ഫീസ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബാക്ക് സ്റ്റേജിൽ പോയി അമ്മയെ കുറച്ച് കാണാൻ നിന്നപ്പോഴേക്കും വാവയും അവൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് രാജഗോപാലും അദ്വൈതും. ഞങ്ങളെ ഫാമിലിയിലെ എല്ലാ കാര്യത്തിനും കട്ടയ്ക്ക് നിൽക്കണ വാവയുടെ 2 ഫ്രണ്ട്സാണ് ഇവർ. അപ്പോൾ അങ്ങനെ സ്റ്റേജിൽ പ്രോഗ്രാം തുടങ്ങിയപ്പോഴേക്കും റിച്ചൻ്റേതായ ഡാൻസ് സ്റ്റാർട്ട് ചെയ്തു. ഇൻ ബിറ്റ്വീനായിട്ട് ഗസ്റ്റ് പെർഫോമൻസ് ഉണ്ടായിരുന്നു നമ്മുടെ ഡാൻസർ മനോജ് മോസസിൻ്റെ. പിന്നെ ഇൻസ്റ്റയിലുള്ള മച്ചാനും പിള്ളേരും, ചൈൽഡ് ആർട്ടിസ്റ്റുള്ള ഇഷ മുജീബിൻ്റെയൊക്കെ അടിപൊളി പെർഫോമൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അച്ഛനും എത്തി. പ്രോഗ്രാമിന് ഒരു 2-3 ദിവസം മുമ്പ് സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അമ്മയുടെ കാല് ജസ്റ്റ് സ്കിപ്പായി ചെറിയൊരു ഫ്രാക്ചർ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്കൊരു ടെൻഷനായിരുന്നു. പക്ഷേ സത്യം പറയാലോ, ഡാൻസ് അത്രയ്ക്കും കിഡിലായിട്ട് അടിപൊളി പവർ പാക്ക് പെർഫോമൻസ് തന്നെയായിരുന്നു. പെർഫോം ചെയ്ത എല്ലാ കുട്ടികൾക്കും അവർ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ ഫസ്റ്റ് പ്രോഗ്രാം കഴിഞ്ഞ് ജസ്റ്റ് ഒരു ബ്രേക്ക് കിട്ടിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും പോയി ചായയൊക്കെ കുടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അവിടെ ചായയും കാര്യങ്ങളും സ്റ്റുഡൻസിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. അല്ലാതെ ഔട്ട് സൈഡേഴ്സിന് ഫുഡ് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് പിന്നെ അവിടെ പോയി ചായയൊക്കെ കുടിച്ചിട്ട് വന്നപ്പോഴേക്കും അമ്മയുടെ സെക്കൻഡ് പ്രോഗ്രാമായി. ഇതാണ് സെക്കൻഡ് കോസ്റ്റ്യൂം. ഒരു സ്കേർട്ടും ടോപ്പും പിന്നെ ഒരു ഷോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രോഗ്രാം എല്ലാം അടിപൊളിയായിട്ട് നടന്നു. ഇത്രയും കുട്ടികൾ അവർക്ക് പെർഫോമൻസ് ഉണ്ടായിരുന്നു. എല്ലാവരുടെയും പെർഫോമൻസും കണ്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങി. അത്യാവശ്യം നല്ല രീതിയിൽ ലേറ്റായി. ഇറങ്ങിയതിന് ശേഷം പിന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ച് പേരെ പെടാനൊക്കെ പറ്റി. അത് കഴിഞ്ഞ് ഇത്രയും ലേറ്റ് ആയത് എന്തായാലും പിന്നെ ഫുഡ് കഴിച്ചിട്ട് പോകാൻ വിചാരിച്ച് ഞങ്ങൾ വന്നത് കരമനയുള്ള സംതൃപ്തി ഹോട്ടലിലാണ്. അവിടെ ഒരു രാത്രി 2 മണി വരെയൊക്കെ ഫുഡുണ്ട്. പിന്നെ രാവിലെ തൊട്ടേ ഫുഡ് നല്ല ഹോംലി ഫുഡൊക്കെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവിടെ പോയപ്പോഴും അമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഇത്രയും നല്ല സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നു. അങ്ങനെ ഹാപ്പി ആയിരുന്നു. അപ്പോൾ അത്രയും ലേറ്റ് ആയതുകൊണ്ട് റിച്ചിന് നല്ല ഉറക്കവും കാര്യങ്ങളൊക്കെ വന്നു. എന്നാലും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലോട്ട് പോയി. അപ്പോൾ എങ്ങനെയുണ്ട് വീഡിയോ? നിങ്ങൾക്ക് ഇഷ്ടമായോ? അമ്മയുടെ ഡാൻസൊക്കെ ഇഷ്ടമായോ? എന്താണെന്നുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയണം. ഓക്കെ, താങ്ക്